ഹേ ഗൈസ്, ഇന്ന് നമ്മൾ ദൂത എന്ന സീരീസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കാണാത്തവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരെല്ലാം തന്നെ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് സാഗർ അവൻ്റെ ഫാദറിൻ്റെ ഫാം ഹൗസിൽ ആ ഒരു ബോഡി കണ്ടില്ലേ, അവിടെ ഒരു ലെറ്റർ അവന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലെറ്റർ കണ്ടിട്ട് വായിച്ചിട്ട് അവൻ ആകെ ടെൻഷനാവുന്നതാണ് കാണിച്ചത്. അപ്പോൾ ആ ലെറ്ററിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആ ലെറ്ററിൽ എഴുതിയിരുന്നത് സാഗറിൻ്റെ ഫാദർ ഫാം ഹൗസിൽ നിന്ന് ആ ഡെഡ് ബോഡി എടുക്കുന്നുണ്ട്. ഇത് പോലീസുകാർക്ക് അറിയാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് അതിലുണ്ടായിരുന്നത്. ഇത് കണ്ട് ഷോക്കായ സാഗർ ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനായിട്ട് നിൽക്കുന്നു. എന്നിട്ട് അവൻ ആ ബോഡി എടുത്തിട്ട് വെളിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് വലിയൊരു സ്ഥലം നോക്കി അവിടേക്ക് ഇത് കുഴിച്ചിടാനായിട്ട് നോക്കുന്നുണ്ട്. അതിനുശേഷം നേരെ ആ സ്റ്റോർ റൂമിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന ബ്ലഡും അതുപോലെ സാധനങ്ങളൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. എല്ലാം വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളെ ക്രാന്തിയെ കാണിക്കുകയാണ്. ആ ലോക്കൽ ഉണ്ടാക്കിയ ഒരു ഗണ്ണില്ലേ, അതെങ്ങനെയാണ് അവിടെ വന്നതെന്ന് അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ ഈ ഗണ്ണൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരാളായിരുന്നു. അയാളിപ്പോൾ ഈ ഫീൽഡ് വിട്ടുപോയി, ഇപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാറില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് ഇപ്പോഴും ഇവിടെ വരുന്നതെന്ന് അവൾ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിറയെ ലോറി ഡ്രൈവർ ഇവിടെ നിന്നാണ് ഈ സ്ഥലത്തിന് വെളിയിൽ നിന്ന് ദൂരെ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അവരാണിത് ക്യാരിയറായിട്ടൊക്കെ കൊണ്ടുവരുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ ക്രാന്തി ആ വഴിക്ക് അന്വേഷണം മാറ്റുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ പല ലോറി ഡ്രൈവറെ വെച്ച് ഇവർ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ ഒരാളെ മാത്രം കിട്ടുന്നില്ല. അതാരാന്ന് വെച്ചാൽ നമ്മുടെ പോലീസ് ഓഫീസർ കൊണ്ടുപോയില്ലേ ഒരു ലോറി ഡ്രൈവർ. ആ വൈഫിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളെ പോലീസ് കൊണ്ടുപോയതാണ്. അപ്പം പിന്നീട് വരുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇതുവരെയും എത്തിയിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ ക്രാന്തി അവിടെ വീടിനുള്ളിലൊക്കെ കയറി നോക്കുന്ന സമയത്ത് നിറയെ വലിയ വിലയുള്ള വസ്തുക്കളാണ് ആ വീടിനുള്ളിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഡൗട്ടാവുന്നുണ്ട്. അങ്ങനെ അവർ പറയുകയാണ് അയാളിപ്പോൾ ഏത് സ്റ്റേഷനിലാണ് ഉള്ളതെന്ന് അന്വേഷിക്കാനായിട്ട് അവർ കൂടെയുള്ള പോലീസുകാരോട് പറയുന്നുണ്ട്. ഇപ്പോൾ സാഗറിൻ്റെ വൈഫിനെ കാണിക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഒരു ജേർണലിസ്റ്റാണ്. അപ്പോൾ അവർ ഫോൺ കോൾ വന്നിട്ട് പറയുന്നുണ്ട്, അർജുൻ എന്ന് ഒരാളാണ് വിളിക്കുന്നത്. അയാൾ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇൻഷുറൻസ് പണത്തിന് വേണ്ടിയിട്ട് 3 കുട്ടികളെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ്, ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ സീനിയർ ഓഫീസറെയൊക്കെ വിളിച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ ഫോണിൽ സംസാരിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ക്രാന്തിയെ കാണിക്കുകയാണ്. ക്രാന്തി ആ ലോറി ഡ്രൈവർ പോയ പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഘോഷില്ലേ പോലീസുകാരൻ, അയാളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ ലോറി ഡ്രൈവറെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ ലോറി ഡ്രൈവർ സംബന്ധപ്പെട്ട കേസ് നമ്മുടെ സാഗറിൻ്റെ കേസാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഘോഷ് പറയുന്നുണ്ട്, അയാളെ അന്ന് തന്നെ വിട്ടയച്ചു. അപ്പം അന്ന് സാഗർ പറഞ്ഞു അങ്ങനെ അയാളല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടയച്ചതെന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പല രീതിയിൽ ചോദിച്ചിട്ടും അവൻ ഒരു മറുപടിയും ചെയ്യുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, മാഡം ഞാൻ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്, ഞാനിതിൽ ഒരു ഇൻവോൾവ്മെൻറ്റും ചെയ്തിട്ടില്ല, ഞാൻ അയാളെ അപ്പം തന്നെ പറഞ്ഞു വിട്ടതാണ് എന്നും അവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ശരി നിൻ്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ സാഗറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, അതെന്തിനു വേണ്ടിയാണ് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഘോഷ് പറയുന്നുണ്ട്, മാഡം ഞാനിത് നിങ്ങളോട് പറഞ്ഞുകൂടാ എങ്കിലും പറയുകയാണ്, ഒരു സാധാരണ പോലീസുകാരന് എത്ര രൂപ കിട്ടാനാണ് മാഡം, അതുകൊണ്ട് തന്നെ ചിലവുകളൊന്നും തന്നെ നടന്നു പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കടമായിട്ട് മേടിച്ചാണ്, അത് ഞാൻ ഉടനടി തിരിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് അവരോട് പറയുന്നുണ്ട്. ക്രാന്തി ഇത് വിശ്വസിക്കുന്നില്ല, ക്രാന്തിയെ പറ്റിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഈ നാട്ടിലുണ്ടാക്കുന്ന ഗണ്ണില്ലേ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ശരി ആ ലോറി ഡ്രൈവർ വന്ന വണ്ടി എനിക്ക് കാണിച്ചു തരണം, എനിക്കത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മാഡം അത് പലതവണ ചെക്ക് ചെയ്തതാണ്, ഒന്നും കണ്ടെത്തിയിട്ടില്ല, മാഡത്തിനും അതിൽ നിന്ന് ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലോറിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ക്രാന്തി ആ ലോറി ഫുള്ള് പരിശോധിക്കുകയാണ്. അപ്പോഴാണ് ഡീസൽ ടാങ്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഡീസൽ ടാങ്കിൽ നോക്കുമ്പോൾ സാധാരണ ഡീസൽ എന്ന് എഴുതിയിരിക്കുന്നത് സെൻട്രലായിട്ടാണ് വരുന്നത്, ഇതൊരു സൈഡിലേക്ക് വെച്ചേക്കുന്നു. അപ്പോൾ ക്രാന്തി അത് ഫുള്ള് പരിശോധിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ പകുതി ഡെമ്മിയാണെന്നുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് കുറേ ഗണ്ണാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്രാന്തി അതെല്ലാം എടുക്കുകയാണ്. ഇപ്പം നമ്മൾ സീൻ കട്ട് ചെയ്തിട്ട് അന്ന് ആക്സിഡൻറ്റ് നടന്നൊരു സമയമില്ലേ അത് കാണിക്കുന്നുണ്ട്. അന്ന് ആ ഡ്രൈവർ ആ ഡീസൽ ടാങ്ക് ഇറങ്ങിയതിന് ശേഷം ഡീസൽ ടാങ്ക് നോക്കുന്നതായിട്ട് നമ്മളെ കാണിച്ചില്ലേ, ഇതുകൊണ്ടാണ് അയാളത് നോക്കിയത്. ഇപ്പം ക്രാന്തി ഘോഷിനോട് പറയുകയാണ്, എൻ്റെ കേസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഘോഷിൻ്റെ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് മനസ്സിലാക്കിയ അവൾ ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് പോകുന്നു.
അങ്ങനെ ക്രാന്തി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ സിഗ്നലിൽ ഒരു ക്യാമറ ആ സ്റ്റേഷൻ്റെ ഫുള്ളിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം കൊണ്ടുണ്ടായിരുന്ന പോലീസുകാരനോട് പറയുന്നുണ്ട് ആ CCTVയുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ എടുക്കണമെന്നും പറയുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ സാഗറിലെ അയാളെ കാണിക്കുകയാണ്. ഇപ്പോൾ അവിടേക്ക് പ്രിൻറ്റിംഗ് പ്രസ് ഓപ്പൺ ചെയ്യാനായിട്ട് മിനിസ്റ്ററൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം മിനിസ്റ്റർ വന്ന് സാഗറിനോട് പറയുന്നുണ്ട് ഇതുപോലെ കുറേ പ്രസ്സുകളൊക്കെ നീ തുടങ്ങട്ടെ, എന്തൊക്കെ നീ വലുതായാലും സപ്പോർട്ടെല്ലാം എനിക്ക് തന്നെ വേണമെന്ന് അയാൾ പറയുന്നുണ്ട്. ഇപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാവുന്നത്. എന്തെന്ന് വെച്ചാൽ സാഗർ ഇതുപോലുള്ള പ്രിൻറ്റിംഗ് പ്രസ്സൊക്കെ തുടങ്ങിയിട്ടും നേരിന് വേണ്ടിയിട്ടൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്, ഇതുപോലെ രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അവിടെ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ സാഗർ അവിടേക്ക് നടക്കുന്ന സമയത്ത് കുറേ തുണ്ട് പേപ്പറൊക്കെ അവിടെ കിടക്കുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ വേഗം പോയിട്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വായിച്ചൊക്കെ നോക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത് കണ്ടിട്ട് കൂടെയുള്ള ആളുകളെല്ലാം ഇവനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ സാഗർ എല്ലാവരോടും ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഒഴിയുന്നുണ്ട്. ശേഷം ആ പേപ്പർ കഷ്ണങ്ങളെല്ലാം എടുത്ത് അയാളുടെ ഓഫീസിൽ പോയിരുന്ന് ഓരോന്നായിട്ടിരുന്ന് വായിച്ച് നോക്കുകയാണ്. ഇപ്പോൾ അവിടേക്ക് മൂർത്തി വരുന്നുണ്ട്. മൂർത്തി വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നേരായ രീതിയിൽ നിങ്ങൾ ഈ പ്രസ് നടത്തുമെന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്തത്, പക്ഷേ നിങ്ങൾ രാഷ്ട്രീയക്കാരുടെയൊക്കെ അടിമയാണ്, അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട സാഗർ പറയുന്നുണ്ട് നീ വേണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി, ആർക്കും നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ് അയാളുടെ ചൂടാവുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ സാഗർ അതൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൻ എന്തോ ഒന്ന് സ്ട്രൈക്ക് ആവുന്നുണ്ട്. അവൻ പെട്ടെന്ന് വന്നിട്ട് ആ ജനലൊന്ന് മാറ്റി നോക്കുകയാണ്. അങ്ങനെ വെളിയിലേക്ക് നോക്കുമ്പം ഒരു യെല്ലോ കളർ കോട്ടിട്ട ആൾ അവനെ തന്നെ അവിടെ നിന്ന് നോക്കുന്നതായിട്ട് അവൻ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇപ്പോൾ അപ്പുറത്ത് നിന്ന് കുറേ കുട്ടികൾ റോക്കറ്റൊക്കെ ഇങ്ങനെ വിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു റോക്കറ്റ് ഇട്ട് പേപ്പർ കഷ്ണം അവൻ്റെ ദേഹത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. അവൻ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്ത് വായിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവന് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അടിയേറ്റ് മരിക്കാൻ പോകുന്നു എന്നാണ്. ഇത് കണ്ട് അവൻ പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. ഉടനെ തന്നെ അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. വിളിക്കുന്നത് അവൻ്റെ വീട്ടിലെ വേലക്കാരിയാണ്. അവർ പറയുന്നുണ്ട് സാർ മേഡം വെള്ളത്തിൽ ചവിട്ടി വീണിട്ടുണ്ട്, വയറ് പോയി അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബ്ലഡൊക്കെ ഒരുപാട് പോകുന്നു എന്ന് പറയുന്നുണ്ട്. അവനാകെ ഷോക്കാവുന്നു. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവൻ പറയുന്നു. ഓടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പം അവിടുത്തെ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് വീണ സമയത്ത് കാലിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു, അങ്ങനെയാണ് ബ്ലഡൊക്കെ പോയത്, അല്ലാതെ ഒരു കുഴപ്പവുമില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവന് മനസ്സിന് കുറച്ച് സമാധാനമാവുകയാണ്. അവൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ റൂമിൽ ആരോ കിടക്കുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് അമൃതയാണ്, അവൻ്റെ അസിസ്റ്റൻ്റില്ലേ. അവരാണെങ്കിൽ ദേഹത്തൊക്കെ കുറേ അടിയൊക്കെ കിട്ടി മുറിവുകളോടാണ് അവിടെ കിടക്കുന്നത്. അവൻ പെട്ടെന്ന് ഓടി അങ്ങോട്ടേക്ക് പോകുന്നു. ഞാൻ രാവിലെ തൊട്ട് നിന്നെ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ലായിരുന്നു, എവിടെയായിരുന്നു നീ, ഇതൊക്കെ എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്ക്, നമ്മുടെ കുഞ്ഞിനെ എനിക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഒരു വർഷത്തിന് മുന്നേ സാഗർ അമൃതയും കൂടി മുംബൈയിൽ ഒരു രാഷ്ട്രീയക്കാരനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒരു വലിയ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ന്യൂസ് എല്ലാം അവരുടെ പത്രത്തിൽ വരണമെന്നൊക്കെ രീതിയിൽ വലിയ ഡീല് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം രണ്ടുപേരൂടെ ഫ്ലൈറ്റിൽ എടുക്കാനായിട്ട് വരികയാണ്. വരുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്, പക്ഷേ ഫ്ലൈറ്റ് മിസ്സാവുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുന്നുണ്ട് നമ്മൾ ഇത്രയും വലിയൊരു ഡീലല്ലേ കഴിഞ്ഞത്, അതുകൊണ്ട് സാരമില്ല, നമുക്കൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാം, അതിനുശേഷം നാളെ നമുക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പാർട്ടി അറേഞ്ച് ചെയ്ത സമയത്ത് അമൃത എവിടേക്ക് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ സാഗർ അത് നോക്കുന്നുണ്ട്. അങ്ങനെ അമൃതയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അമൃത അവിടെ ഫാമിലി കാര്യങ്ങളൊക്കെ അവനോട് പറയുന്നുണ്ട്. ഞാൻ ലവ് ചെയ്താണ് കല്യാണമൊക്കെ കഴിച്ചത്, അദ്ദേഹം ഒരു നേവി ഓഫീസറൊക്കെയാണ്, വല്ലപ്പോഴുമൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നത്, വന്നാൽ തന്നെ എന്നെ നന്നായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും, എൻ്റെ ലൈഫ് അത്ര നല്ല രീതിയിലൊന്നുമല്ല പോകുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാഗർ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവരുടെ ഒരു റിലേഷൻ അവിടെ ഫിസിക്കൽ റിലേഷനായിട്ട് മാറുകയും ചെയ്യുകയാണ്. ഇതെല്ലാം അമൃത ഇപ്പം പ്രസൻറ്റിലിരുന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇത്രയൊക്കെ അറിഞ്ഞും നമ്മൾ നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ആ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിൽ ചെറിയൊരു ആശ്വാസമാവുകയാണ്. എന്തെന്ന് വെച്ചാൽ ആ കുറിപ്പിലുണ്ടായിരുന്നത് അവൻ്റെ കുഞ്ഞ് മരിക്കുമെന്നായിരുന്നല്ലോ, അപ്പോൾ അവൻ്റെ സ്വന്തം വൈഫിന് ഇത് സംഭവിച്ചില്ലല്ലോ, അപ്പോൾ ഇങ്ങനെയല്ലേ ഉണ്ടായതെന്ന് അവൻ്റെ മനസ്സിലൊരു ചിന്ത വരികയും ചെയ്യുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുക ശരി നിൻ്റെ മുഖത്ത് എങ്ങനെയാണ് ഇത്ര അപകടമൊക്കെ സംഭവിച്ചതെന്ന് അവൻ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇന്ന് മോർണിംഗിൽ തന്നെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയത്, അപ്പോൾ അത് അറിഞ്ഞു, അപ്പോൾ എന്താ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ആരോ കതവിന് മുട്ടി, നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഓടി വന്ന് റെസ്റ്റ് റൂമിലേക്ക് പോയി അവിടെ എത്തി ഇത് കാണുകയാണ് ചെയ്തത്. ഉടനെ തന്നെ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് 8 മാസമായി, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് എന്നെ ഭയങ്കരമായി ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട്. ഉടനെ സാഗർ പറയുകയാണ് നീ എൻ്റെ പേര് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. അവളില്ല എന്ന് തലയാട്ടുന്നുണ്ട്. ഉടൻ തന്നെ അവനൊരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് അവിടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇനി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് ശരിയല്ല, നീ വേറെ ഏതെങ്കിലും ഒരു ജോലി നോക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അമൃതയ്ക്ക് ആകെ വിഷമമാവുകയാണ്. അവൻ നേരെ ഓടിപ്പോയിട്ട്
അവൻ്റെ വൈഫ് ഇപ്പോൾ അവിടെ കിടക്കുന്നില്ലേ, അവൾക്കൊന്നും തന്നെ സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമൃതയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. അമൃത അവിടെ നിന്നൊരു നേഴ്സിൻ്റെ കയ്യിൽ കുറച്ച് കാശ് കൊടുത്തിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്നും പറയുന്നുണ്ട്. അടുത്ത സീനിൽ സാഗർ നേരെ ഘോഷില്ലേ പോലീസുകാരൻ അയാളെ കാണാനായിട്ട് പോവുകയാണ്. എന്നാൽ ഘോഷ് അവനോട് ചൂടാവുന്നുണ്ട്. നിനക്ക് ആവശ്യം വരുമ്പോൾ മാത്രമാണോ നീ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ കുറേ ചൂടാകുന്നു. എന്നാൽ സാഗർ നേരെ പോയിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറിപ്പുകളെല്ലാം അയാളെ കാണിക്കുകയാണ്. എന്നാൽ ആദ്യമേ ഘോഷ് അതൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ അവൻ ഒരു കുറിപ്പ് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഘോഷ് കൊന്ന ഒരാളില്ലേ, ഒരു ലോറി ഡ്രൈവർ, അയാളുടെ മരിക്കുന്ന സമയത്ത് ഒരു കുറിപ്പുണ്ടായിരുന്നല്ലോ, ആ കുറിപ്പെടുത്ത് കാണിക്കുന്നുണ്ട്. അതിനകത്തൊരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ ആ ലോറി ഡ്രൈവർ വളരെ ഉപദ്രവിക്കപ്പെട്ട് അയാളുടെ വായിലുള്ള സ്വർണ്ണപ്പല്ല് വലിച്ചെടുക്കുന്നതായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഒരു കാര്യം ഘോഷ് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ആ കുറിപ്പിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അയാളും ഷോക്കാവുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട് എന്താടാ ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോട് നേരെ അയാളെ പൂട്ടിയിട്ടില്ലായിരുന്നു ലോറി ഡ്രൈവറെ, അവിടേക്ക് പോയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് അവിടെ ഫുള്ള് നോക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പം സാഗറിനോട് ഘോഷ് പറയുന്നുണ്ട് ശരി ഞാൻ എന്തായാലും ഇത് അന്വേഷിക്കാം, ഉറപ്പായിട്ടും ഞാനിത് കണ്ടുപിടിക്കുമെന്ന് പറയുന്നുണ്ട്. സാഗർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറിപ്പുകളുടെ എല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ക എന്നൊരു ലെറ്റർ മാത്രം തല തിരിച്ചാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് ക്രാന്തിയെ കാണിക്കുകയാണ്. ക്രാന്തി ഇപ്പം ആ പോലീസ് സ്റ്റേഷനിലുള്ള CCTV ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് ഫുള്ള് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ലോറി ഡ്രൈവർ വെളിയിലേക്ക് വരുന്നത് അവൾ കാണുന്നുണ്ട്. ഒരു പോലീസുകാരൻ വന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഘോഷിൻ്റെ ഫേസ് ആണെന്ന് അവൾക്ക് അത്ര കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിനുശേഷം ആ ലോറി ഡ്രൈവർ വെളിയിലേക്ക് വരുന്നത് കാണുന്നതേ ഇല്ല അവർ. അങ്ങനെ ഫുൾ അവർ നോക്കുമ്പോഴും അയാൾ പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാൽ ഘോഷ് പറഞ്ഞത് അവനെ വെറുതെ വിട്ടു എന്നല്ലേ പറഞ്ഞത്, പക്ഷേ അവൻ പുറത്തേക്ക് പോയിട്ടില്ല. അങ്ങനെ അവർ ഫുള്ള് നോക്കുമ്പോൾ അവിടെ നിന്നും പുറത്തേക്ക് പോയത് ഒരേ ഒരു പോലീസ് ജീപ്പ് മാത്രമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ശേഷം ആ ജീപ്പ് എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നതെന്ന് അവർ ഫുള്ള് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വീടിൻ്റെ മുന്നിലായിട്ട് ആ ജീപ്പ് പോയി നിൽക്കുന്നതായിട്ട് അവർ മനസ്സിലാവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം സാഗറിൻ്റെ വണ്ടിയും അവിടെ വന്നതായിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരൂടെ ഇയാളെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ആ വീട് സെർച്ച് ചെയ്യാനായിട്ട് അവൾ വാറണ്ടൊക്കെ ആയിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പം അങ്ങനെ ക്രാന്തി ആ വീട് ഫുള്ള് ചെക്ക് ചെയ്യുമ്പം അവിടെ നിന്നും ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അങ്ങനെ അവൾ വെളിയിലൊക്കെ നോക്കുകയാണ്. അപ്പോഴാണ് സ്റ്റോർ റൂം കാണുന്നത്. സ്റ്റോർ റൂമിനുള്ളിൽ കയറി നോക്കുമ്പോൾ അവൾക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുകയാണ്. അവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം സാഗറായിരിക്കും ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം അവൾ വെളിയിലിറങ്ങി അവിടെ ഫുള്ള് തേടുകയാണ്. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിന്നും പോയിരിക്കുന്ന ഒരു കാൽപാദം അവൾ ശ്രദ്ധിക്കുന്നത്. മഴയായതുകൊണ്ട് തന്നെ ആ ചെളിയിൽ കുഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവളൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്, കാരണം അത് ഒരുപാട് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് പറയുകയാണ്, നമ്മൾ തന്നെ ഒരു 70-80 കിലോ വരും, പക്ഷെ നമ്മൾ നടന്നിട്ട് പോലും ഇത്രയും താഴേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതെന്തോ നല്ല വെയിറ്റുള്ളൊരു സാധനം ചുമന്നുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും താഴേക്ക് വന്നല്ലോ എന്ന് പറയുന്നു. ശരി, അതിനെ ഫോളോ ചെയ്ത് പോകാനായിട്ട് അവർ നോക്കുകയാണ്. അങ്ങനെ അത് പോകുമ്പം അടുത്തൊരു പറമ്പിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ സാഗറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥലമാണത്. അവിടേക്ക് ചെല്ലുമ്പോൾ എന്തോ അവിടെ കുഴിച്ചിട്ടതായിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, ഉറപ്പായിട്ടും ഇതാ ലോറി ഡ്രൈവറുടെ ബോഡിയുമായിട്ട് സാഗർ വന്നിരിക്കുന്നതാണ്, ഇവിടെ ആയിരിക്കും കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. നമ്മുടെ ടീമിനെ വിളിച്ച് ഇപ്പം തന്നെ ഇവിടെ തോണ്ടി നോക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവർ ആളുകളൊക്കെ വരികയാണ്. അവിടെ എങ്ങനെ കുഴിച്ച് നോക്കുകയാണ്. കുഴിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പം അത്രയും ഒരു ബാഡ് സ്മെല്ല് വരുമ്പം തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ എന്തോ ഡെഡ് ബോഡി ഉണ്ട് എന്നുള്ള കാര്യം. ഇതെല്ലാം കണ്ടുപിടിച്ചു എന്ന് ക്രാന്തിക്ക് മനസ്സിലൊരു സന്തോഷം തോന്നുകയാണ്. പക്ഷേ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. എന്തെന്ന് വെച്ചാൽ അത് ഒരു നായയുടെ മൃതദേഹമായിരുന്നു. അപ്പം നായ ചീഞ്ഞഴിഞ്ഞ സ്മെല്ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ ആകെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ശരി അതിനെ അവിടെ മൂടിയിട്ടേക്കാനെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സാഗറിൻ്റെ കുട്ടി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാനായിട്ട് അവിടേക്ക് ഒരാൾ ചെല്ലുകയാണ്. അപ്പം പപ്സാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ കുട്ടി പപ്സ് കഴിച്ചിട്ട് പേപ്പർ അവിടേക്ക് ഇടുന്നുണ്ട്. ആ പേപ്പറാണെങ്കിൽ കാണുമ്പോൾ തന്നെ എന്തോ വ്യത്യാസമുള്ളൊരു പേപ്പറാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ സാഗറിൻ്റെ വൈഫ് അവിടെ നിന്ന് മോളെ വാ ഡ്രസ്സ് മാറാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടി ഓടി അവിടേക്ക് വരുന്ന സമയത്ത് തന്നെ ഡ്രസ്സ് ഊരാണ്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ ഡ്രസ്സ് തലയിൽ കുടുങ്ങിപ്പോവുകയാണ്. പെട്ടെന്ന് ആ കുട്ടി അവിടെ നിന്ന് തപ്പി നടക്കുകയാണ്. പെട്ടെന്നൊരു വാതിലിനുള്ളിലൂടെ വെളിയിലേക്ക് ആ കൊച്ചു വരികയാണ്. ഇപ്പോൾ വൈഫ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് കുട്ടിയെ കാണുന്നില്ല എന്നുള്ള കാര്യം. സാഗർ ഇത് കേട്ട് ഓടി അവിടേക്ക് വരുന്നുണ്ട്. അവിടെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആ പേപ്പർ കഷ്ണം കിടക്കുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുന്നു. അവൻ പെട്ടെന്ന് അതെടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. അതിലെഴുതിയിരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ആ കുട്ടി ഒരു ലിഫ്റ്റിൽ കുടുങ്ങി മരിക്കാൻ പോവുകയാണ്, തല പോയി മരിക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അവനാകെ ഷോക്കാവുന്നുണ്ട്. അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഓടുകയാണ്. ഫോൺ വിളിച്ച് പെട്ടെന്ന് സെക്യൂരിറ്റിയോട് പറയുകയാണ് ലിഫ്റ്റ് പെട്ടെന്ന് ഓഫ് ആക്കാനായിട്ട് കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ ആ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് അടിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അവൻ വിളിച്ച് പറയുന്നുണ്ട് ആരും ലിഫ്റ്റ് എടുക്കരുത് ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിനെ കാണിക്കുമ്പോൾ കൊച്ച് ആ ലിഫ്റ്റിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുകയാണ്. കുറേ ബ്ലഡൊക്കെ പോയിട്ടുണ്ട്. കറക്റ്റായി ഈ സമയത്ത് തന്നെ ഒരു കപ്പിൾസ് വന്ന് ആ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഒരു കമ്പി വന്ന് ആ കുട്ടിയുടെ തലക്കടിച്ച് ആ കുട്ടി അവിടെ മരിച്ചു പോവുകയാണ്.
അപ്പോൾ സാഗർ വന്ന് നോക്കുന്ന സമയത്ത് ബ്ലഡ് ഫുള്ള് അവൻ്റെ ദേഹത്തേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് ഈ 4ാമത്തെ എപ്പിസോഡ്, അതായത് ടോട്ടൽ 8 എപ്പിസോഡാണ്, 4 എപ്പിസോഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് അതിൻ്റെ 4ാമത്തെ എപ്പിസോഡും തീരുന്നത്. അപ്പം ബാക്കിയുള്ള എപ്പിസോഡ് അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്തേക്കണേ.